നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു പുതിയ നഗരത്തിലെത്തിയ ആളുടെ അനുഭവങ്ങളിലൂടെ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഓരോ വാചകമായി പറയുമ്പോൾ പറ്റുമെങ്കിൽ കൂടെ പറയാൻ ശ്രമിക്കണം കേട്ടോ. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം പഠിക്കാം. അപ്പൊ ആദ്യത്തെ വാചകം മലയാളത്തിൽ പറയാം. കഴിഞ്ഞ മാസം ഞാൻ ഈ വലിയ നഗരത്തിലേക്ക് താമസം മാറി. ഇതിന്റെ ഇംഗ്ലീഷ് ലാസ്റ്റ് മന്ത് ഐ മൂവ്ഡ് ഇൻ ടു ദിസ് ബിഗ് സിറ്റി. ലാസ്റ്റ് മന്ത് ഐ മൂവ്ഡ് ഇൻ ടു ദിസ് ബിഗ് സിറ്റി. ഒന്നുകൂടി പറയാം. ലാസ്റ്റ് മന്ത് ഐ മൂവ്ഡ് ഇൻ ടു ദിസ് ബിഗ് സിറ്റി. ഇതിൽ ലാസ്റ്റ് മന്ത് എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്താണ് ലാസ്റ്റ് മന്ത്? കഴിഞ്ഞ മാസം. വളരെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് മന്ത് എന്നാണെങ്കിലോ അടുത്ത മാസം. അതുപോലെ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. പിന്നെ ശ്രദ്ധിക്കേണ്ട വാക്ക് മൂവ്ഡ് എന്നതാണ്. മൂവ് എന്ന് പറഞ്ഞാൽ എന്താ? മാറുക, ചലിക്കുക എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ ഐ മൂവ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ താമസം മാറി എന്ന അർത്ഥമാണ് വരുന്നത്. ഇത് മൂവ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ്, അതായത് ഭൂതകാല രൂപമാണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് പറയുന്നത്. ഇൻ ടു ദിസ് ബിഗ് സിറ്റി എന്നോ? ഈ വലിയ നഗരത്തിലേക്ക്. ബിഗ് സിറ്റി, വലിയ നഗരം. അപ്പോ എല്ലാം കൂടി ചേർത്തു നോക്കുമ്പോ കഴിഞ്ഞ മാസം ഞാൻ ഈ വലിയ നഗരത്തിലേക്ക് താമസം മാറി. സിമ്പിൾ അല്ലേ? ശരിയാണ്. ഇനി അടുത്ത വാചകത്തിലേക്ക് പോകാം. പുതിയ സ്ഥലത്തെത്തിയിട്ട് എന്താ തോന്നിയത്? അതാണ് പറയുന്നത്. എനിക്ക് ഈ പുതിയ ജീവിതം ഒരുപാട് ഇഷ്ടമായി. പുതിയ ജീവിതം ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാ? ഐ ലൈക്ക് ദിസ് ന്യൂ ലൈഫ് വെരി മച്ച്. ഐ ലൈക്ഡ് ദിസ് ന്യൂ ലൈഫ് വെരി മച്ച്. ഇവിടെ പ്രധാനപ്പെട്ട വാക്ക് ലൈക്ഡ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണോ ലൈറ്റ്? ഇഷ്ടപ്പെട്ടു എന്ന് വരും. അതെ, ലൈക്ഡ് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് കഴിഞ്ഞുപോയ കാര്യമാണല്ലോ പറയുന്നത്. ദിസ് ന്യൂ ലൈഫ്, ഈ പുതിയ ജീവിതം. പിന്നെ വെരി മച്ച് എന്നുണ്ട്. അതിന്റെ അർത്ഥം? വെരി മച്ച് എന്നാൽ ഒരുപാട് അല്ലെങ്കിൽ വളരെയധികം. ആ ഇഷ്ടത്തിന്റെ ഒരു അളവ് കാണിക്കാൻ. ഓക്കെ, അപ്പോ വെറുതെ ഐ ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം കാണിക്കാൻ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് എന്ന് പറയാം. അതെ, വളരെ ശരിയാണ്. അപ്പോ ആ പുതിയ ജീവിതം നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് സാരം. ഇനി ആ ദിവസത്തെ ഒരു പ്രഭാതത്തെക്കുറിച്ച് പറയുകയാണ്. അന്ന് രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. രാവിലെ എഴുന്നേൽക്കുന്നു എങ്ങനെ പറയും? ഐ woke up at 6 o'clock that morning. ഐ woke up at 6 o'clock that morning. ഇതിൽ woke up എന്ന ഭാഗം ശ്രദ്ധിക്കണം. wake up എന്ന് വെച്ചാൽ എഴുന്നേൽക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണോ woke up? അതെ, woke up എഴുന്നേറ്റു. അപ്പോൾ ഐ woke up, ഞാൻ എഴുന്നേറ്റു. എപ്പോഴാ എഴുന്നേറ്റത്? at 6 o'clock. അറ്റ് ഉപയോഗിക്കുന്നത് കൃത്യസമയം പറയാനാണോ? ശരിയാണ്. at 6 o'clock, at 7 a.m., at noon എന്നൊക്കെ പറയും പോലെ 6 o'clock 6 മണിക്ക്. ദാറ്റ് മോർണിംഗ് എന്ന് പറയുമ്പോഴോ? ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ. ദാറ്റ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അന്ന് രാവിലെ, ആ പ്രത്യേക ദിവസത്തെ രാവിലെ എന്ന് സൂചിപ്പിക്കുന്നു. ശരി ശരി. അപ്പോ അന്നത്തെ ദിവസം തുടങ്ങി. ഇനി താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ്. എന്റെ പുതിയ അപ്പാർട്ട്മെന്റിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു. മൈ ന്യൂ അപ്പാർട്ട്മെന്റ് ഹാഡ് ഗുഡ് ലൈറ്റ്. മൈ ന്യൂ അപ്പാർട്ട്മെന്റ് ഹാഡ് ഗുഡ് ലൈറ്റ്. മൈ ന്യൂ അപ്പാർട്ട്മെന്റ്. അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ താമസിക്കുന്ന മുറി. നഗരങ്ങളിൽ ഇത് സാധാരണമാണ്. ഇതിലെ പ്രധാന വാക്ക് ഹാഡ് ആണ്. ഉണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം? അതെ, ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്നതിന്റെ ഭൂതകാല രൂപമാണ് ഹാഡ്, അതായത് ഉണ്ടായിരുന്നു. ഓക്കെ, മൈ അപ്പാർട്ട്മെന്റ് ഹാസ് ഗുഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ട് എന്നാണോ? അതെ, ഹാഡ് ഗുഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ അന്ന് ആ സമയത്ത് നല്ല വെളിച്ചമുണ്ടായിരുന്നു എന്ന്. ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഐ ക്വിക്ലി മെയ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ക്വിക്ലി മെയ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ക്വിക്ലി എന്നൊരു വാക്കുണ്ട്. എന്താണർത്ഥം? പെട്ടെന്ന്, വേഗത്തിൽ. അതെ, ഒരു കാര്യം എങ്ങനെ ചെയ്തു എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണിത്. ആഡ്വേർബ് എന്ന് പറയും. മെയ്ഡ് എന്നതോ? മെയ്ഡ് നമ്മൾ നേരത്തെ മൂവ്ഡ്, ലൈക്ഡ്, വോക്കപ്പ് ഒക്കെ കണ്ട പോലെ പാസ്റ്റ് ടെൻസ് ആണോ മേക്ക് എന്നതിന്റെ? അതെ, മേക്ക് ഉണ്ടാക്കുക, മെയ്ഡ് ഉണ്ടാക്കി. മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ പ്രഭാത ഭക്ഷണം. അപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ക്വിക്ലി എന്ന വാക്ക് ശ്രദ്ധിക്കണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാൽ കുടിച്ച് ഞാൻ യാത്ര പുറപ്പെട്ടു. ഐ ഡ്രാങ്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ആൻഡ് സെറ്റ് ഓഫ്. ഐ ഡ്രാങ്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ആൻഡ് സെറ്റ് ഓഫ്. ഇതില് ഡ്രാങ്ക്, ഡ്രിങ്ക് കുടിക്കുക, ഡ്രാങ്ക് കുടിച്ചു, പാസ്റ്റ് ടെൻസ്. എന്ത് കുടിച്ചു? എ ഗ്ലാസ് ഓഫ് മിൽക്ക്, ഒരു ഗ്ലാസ് പാല്. എന്നിട്ട് ആൻഡ് സെറ്റ് ഓഫ് എന്ന് പറയുന്നു. എന്താണ് ഈ സെറ്റ് ഓഫ്? അതൊരു നല്ല ചോദ്യമാണ്. സെറ്റ് ഓഫ് എന്നത്
ഒരുമിച്ച് വരുന്ന ഒരു പ്രയോഗമാണ്. ഫ്രേസൽ വേർബ് എന്ന് പറയും. ഇതിന്റെ അർത്ഥം യാത്ര പുറപ്പെടുക അല്ലെങ്കിൽ തുടങ്ങുക എന്നൊക്കെയാണ്. സ്റ്റാർട്ട് എ ജേർണി എന്ന് പറയുന്നതിന് പകരം സെറ്റ് ഓഫ് എന്ന് ഉപയോഗിക്കാം അല്ലേ? ഐ സെറ്റ് ഓഫ് ഫോർ വർക്ക്. ഞാൻ ജോലിക്ക് പുറപ്പെട്ടു. അതെ അതെ, അങ്ങനെ ഉപയോഗിക്കാം. ഇതൊരു പുതിയ പ്രയോഗമാണ്, ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ശരി. അപ്പോൾ യാത്ര തുടങ്ങി. ഇനി ആ യാത്രയെക്കുറിച്ച് പറയാണ്. ഓഫീസ് എന്റെ വീട്ടിൽ നിന്ന് വളരെ അകലെയായിരുന്നു. ദി ഓഫീസ് വാസ് വെരി ഫാർ ഫ്രം മൈ ഹോം. ദി ഓഫീസ് വാസ് വെരി ഫാർ ഫ്രം മൈ ഹോം. ഇവിടെ ദി ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഓഫീസ്. വാസ് ഉപയോഗിച്ചു, കാരണം ഓഫീസ് ഒന്നല്ലേ ഉള്ളൂ. ഇസിന്റെ പാസ്റ്റ് ടെൻസ് ആയിരുന്നു. വെരി ഫാർ. ഫാർ എന്നാൽ ദൂരെ, അകലെ. വെരി ഫാർ എന്നാൽ വളരെ ദൂരെ. നിയർ അതിന്റെ ഓപ്പോസിറ്റ്സ്. അതെ, ഫ്രം മൈ ഹോം, എന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് നല്ല ദൂരമുണ്ട്. നഗരങ്ങളിലെ ഒരു സാധാരണ പ്രശ്നം. ഇനി അവിടത്തെ റോഡുകളെക്കുറിച്ചാണ്. തിരക്കുള്ള റോഡുകൾ. എനിക്കൊരു അത്ഭുതമായിരുന്നു. ഓ, ആദ്യമായി കാണുമ്പോൾ അത്ഭുതം തോന്നാം. ദ ബിസി റോഡ്സ് വെർ എ വണ്ടർ ടു മീ. ദ ബിസി റോഡ്സ് വെർ എ വണ്ടർ ടു മീ. ബിസി റോഡ്സ്, തിരക്കുള്ള റോഡുകൾ. ഇവിടെ റോഡല്ല, റോഡ്സ് ഒന്നിൽ കൂടുതലുണ്ട്, പ്ലൂറൽ. അപ്പോ ക്രിയയും മാറിയല്ലോ. നേരത്തെ ഓഫീസ് വാസ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ റോഡ്സ് വേർ എന്നായി. കറക്റ്റ്. വേർ എന്നത് ആറിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളാകുമ്പോൾ ഭൂതകാലത്തിൽ വേർ ഉപയോഗിക്കും. എ വണ്ടർ, ഒരത്ഭുതം. ടു മീ, എനിക്ക്. അപ്പൊ ആ തിരക്കുള്ള റോഡുകൾ കണ്ടപ്പോ ഒരത്ഭുതം തോന്നി. നഗരത്തിലെ കാഴ്ചകൾ തുടരുന്നു. ആളുകൾ എല്ലാവരും വളരെ വേഗത്തിലായിരുന്നു നടന്നിരുന്നത്. All the people were walking very fast. All the people were walking very fast. All the people, എല്ലാ ആളുകളും. People എന്നത് ബഹുവചനമാണ്. അതുകൊണ്ട് ഇവിടെയും were ഉപയോഗിച്ചു. ഇവിടെ were walking എന്ന് കണ്ടു. ഇതെന്താണ്? വെറുതെ walked എന്നല്ലല്ലോ. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് ഭൂതകാലത്തിൽ ഒരു സമയത്ത് തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി. ഞാൻ നോക്കുമ്പോൾ ആളുകൾ നടക്കുകയായിരുന്നു. ഓക്കേ, നടന്നു കഴിഞ്ഞതല്ല, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ? വെരി ഫാസ്റ്റ്, വളരെ വേഗത്തിൽ. അതെ, ആ തിരക്കിനിടയിൽ നമ്മുടെ കഥാപാത്രം എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ ബസ് സ്റ്റോപ്പിനായി തിരഞ്ഞു. I searched for my bus stop. I searched for my bus stop. Searched for. എന്താണ് ഇതിന്റെ അർത്ഥം? സെർച്ച് ഫോർ എന്നാൽ ഒന്നിനു വേണ്ടി തിരയുക, അന്വേഷിക്കുക. സെർച്ച് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സെർച്ച്. അപ്പോ സെർച്ച്ഡ് ഫോർ, തിരഞ്ഞു. എന്തിനു വേണ്ടി? മൈ ബസ് സ്റ്റോപ്പ്, എന്റെ ബസ് സ്റ്റോപ്പിനു വേണ്ടി. അപ്പോ സെർച്ചിന്റെ കൂടെ ഫോർ ചേർക്കാം, ഒന്നിനു വേണ്ടി തിരയുമ്പോൾ. വെറുതെ ഐ സെർച്ച്ഡ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗ് പരിശോധിച്ചു എന്നേ ഉള്ളൂ. ഐ സെർച്ച്ഡ് ഫോർ ദ കീ ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാലാണ് താക്കോലിനു വേണ്ടി തിരഞ്ഞു എന്ന് വരുന്നത്. വളരെ ശരിയാണ്, നല്ല പോയിന്റ്. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ വരുന്നു. പെട്ടെന്നൊരു സുഹൃത്ത് എന്റെ അടുത്ത് വന്നു. സഡൻലി എ ഫ്രണ്ട് കെയിം നിയർ മീ. സഡൻലി എ ഫ്രണ്ട് കെയിം നിയർ മീ. സഡൻലി, പെട്ടെന്ന് അല്ലേ? കഥയിലൊരു ട്വിസ്റ്റ്. അതെ, അപ്രതീക്ഷിതമായി. എ ഫ്രണ്ട്, ഒരു സുഹൃത്ത്. കെയിം, ഇത് ഏത് വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്? കം, വരുക. കെയിം, വന്നു. ശരിയാണ്. എവിടെ വന്നു? നിയർ മീ, എന്റെ അടുത്ത്. അപ്പോ ആ തിരക്കിനിടയിൽ ഒരു സുഹൃത്ത് അടുത്തു വന്നു. ആരായിരുന്നു അത്? അത് എന്റെ പഴയ സഹപാഠിയായ രാഹുലായിരുന്നു. That was my old classmate Rahul. That was, അതായിരുന്നു. ആ വന്ന ആളെപ്പറ്റി പറയാണ്. My old classmate. ക്ലാസ്മേറ്റ് എന്നാൽ കൂടെ പഠിച്ചാൾ. ഓൾഡ് ക്ലാസ്മേറ്റ് എന്ന് പറയുമ്പോ പ്രായം കൂടിയ ആളെന്നാണോ? അല്ലല്ല, ഇവിടെ ഓൾഡ് എന്നാൽ പഴയ, മുൻപത്തെ എന്നർത്ഥമാണ്. ഓൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാലും പഴയ സുഹൃത്ത് എന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. പേരും പറയുന്നുണ്ട്, രാഹുൽ. ഇനി അവര് തമ്മിൽ കണ്ടതിനെപ്പറ്റി. ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് കണ്ടുമുട്ടിയത്. We met after a very long time. We met after a very long time. We, ഞങ്ങൾ. Met, ഇത് മീറ്റ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ്. കണ്ടുമുട്ടുക. Met, കണ്ടുമുട്ടി. എപ്പോൾ? After a very long time, ഒരുപാട് നാളുകൾക്ക് ശേഷം. ലോങ് ടൈം, ദീർഘകാലം. വെരി ചേർത്തപ്പോൾ അത് വളരെ നീണ്ട കാലമാണെന്ന് ഉറപ്പിച്ചു. അതെ, അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവികമായും ചോദിക്കുമല്ലോ, നീ എന്താ ഇവിടെ എന്ന് ഞാൻ ചോദിച്ചു. അത് ഇംഗ്ലീഷിലാക്കുമ്പോൾ What are you doing here? I asked. What are you doing here? ഇത് കൊട്ടേഷൻ മാർക്സിൽ കൊടുത്തിട്ടുണ്ട്, സംഭാഷണമായതുകൊണ്ട്. അതെ,
വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇത് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. ആസ്കിന്റെ പാസ്റ്റ് ടെൻസ്. ആ, ചോദ്യത്തിനൊരു മറുപടി കിട്ടി. അതൊരു പുതിയ അറിവായിരുന്നു. രാഹുലും അതേ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് അറിഞ്ഞു. I learned that Rahul also worked at the same office. I learned that Rahul also worked at the same office. I learned, ഞാൻ പഠിച്ചു എന്നാണോ ഇവിടെ? പഠിച്ചു എന്നതിനേക്കാൾ ഇവിടെ അറിഞ്ഞു, മനസ്സിലാക്കി എന്ന അർത്ഥമാണ് കൂടുതൽ ചേരുന്നത്. ലേണിന് അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. ദാറ്റ് എന്ന്. എന്തറിഞ്ഞു? രാഹുൽ ഓൾസോ വർക്ക്ഡ്. രാഹുലും ജോലി ചെയ്തിരുന്നു. ഓൾസോവും കൂടി. ശരിയാണ്. വർക്ക്ഡ്, വർക്കിന്റെ പാസ്റ്റ് ടെൻസ്. എവിടെ? അറ്റ് ദ സെയിം ഓഫീസ്, അതേ ഓഫീസിൽ. സെയിം, അതെ. അപ്പൊ യാദൃച്ഛികമായി കണ്ടുമുട്ടിയ സുഹൃത്ത് ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അതൊരു സന്തോഷമല്ലേ? തീർച്ചയായും. അതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. We decided to walk to the office together. We decided to walk to the office together. We decided, ഞങ്ങൾ തീരുമാനിച്ചു. ഡിസൈഡിന്റെ പാസ്റ്റ് ടെൻസ്. എന്ത് തീരുമാനിച്ചു? To walk, നടക്കാൻ. ഇവിടെ ടു വാക്ക് എന്നത് ഇൻഫിനിറ്റീവാണ്. ഒരു ക്രിയയുടെ ബേസ് ഫോമിന്റെ മുന്നിൽ ടു ചേർക്കുന്നത്. നടക്കാൻ എന്നർത്ഥം. എങ്ങോട്ട് നടക്കാൻ? ടു ദി ഓഫീസ്, ഓഫീസിലേക്ക്. എങ്ങനെ നടക്കാൻ? ടുഗെദർ, ഒരുമിച്ച്. അപ്പോ ഇനി ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടായി. അതെ. ആ കണ്ടുമുട്ടൽ ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു എന്നൊന്നുകൂടി പറയുകയാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. I had not expected such a meeting. I had not expected such a meeting. ഇതിന്റെ ഘടന കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. had not expected. ഇതെന്ത് തരം ടെൻസാണ്? ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് ഭൂതകാലത്തിലെ ഒരു സംഭവത്തിന് മുൻപ് നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ. രാഹുലിനെ കാണുന്നതിന് മുൻപ് ഞാനിത് പ്രതീക്ഷിച്ചിട്ടേയില്ലായിരുന്നു എന്ന്. ഓക്കെ. എക്സ്പെക്ട്, പ്രതീക്ഷിക്കുക. ഹാഡ് നോട്ട് എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിച്ചിരുന്നില്ല. സച്ച് എ മീറ്റിംഗ്, ഇങ്ങനത്തെ, ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച. അതെ. അങ്ങനെ ആ ദിവസത്തെ അനുഭവം ഒരു നല്ല കാര്യത്തോടെ അവസാനിക്കുന്നു. ഈ പുതിയ നഗരത്തിൽ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി. I found a friend in this new city. I found a friend in this new city. I found, ഞാൻ കണ്ടെത്തി. ഫൈൻഡ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ്. അല്ലെങ്കിൽ എനിക്ക് കിട്ടി എന്നും പറയാം. അതെ. എന്ത് കിട്ടി? എ ഫ്രണ്ട്, ഒരു സുഹൃത്തിനെ. എവിടെ? ഇൻ ദിസ് ന്യൂ സിറ്റി, ഈ പുതിയ നഗരത്തിൽ. അപ്പോൾ ആ വലിയ അപരിചിതമായ സ്ഥലത്ത് ഒരാശ്വാസമായി. അങ്ങനെ ആ കഥ അവിടെ അവസാനിച്ചു. വളരെ ലളിതമായ ഒരു കഥ. ഇതിലൂടെ നമ്മൾ കുറേ ഇംഗ്ലീഷ് വാക്കുകളും വാചകങ്ങളും പരിചയപ്പെട്ടു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ അടുത്തൊരു സെഷനിൽ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി.